പാകിസ്ഥാൻ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെയും നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം 2025 മെയ് 8 മുതൽ ഇതിനോടകം തന്നെ 7 വീഡിയോകൾ പാകിസ്ഥാൻ പുറത്തുവിട്ടിരിക്കുന്ന 7 വീഡിയോകളാണ് വസ്തുതാ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ആ വസ്തുതാ പരിശോധനയ്ക്ക് വിധേയമാക്കിയ വീഡിയോകളുടെ പട്ടികയും ലിങ്കുകളും കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തുവിടുന്നുണ്ട്. കൃത്യമായി തന്നെ PIB ആ ലിങ്കുകൾ അത് എന്നാണ് എന്നുള്ള വിവരങ്ങൾ പറയുകയാണ്. ഇന്ത്യയിൽ ഒരു ഭയം വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് പാകിസ്ഥാനിലെ മുഖ്യധാര മാധ്യമങ്ങളിലും ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഈ തെറ്റായ വിവരങ്ങളുടെ ഒരു വലിയ പ്രവാഹം തന്നെ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇതിൽ വീണ് പോകാതെ ഇരിക്കണം എന്നുള്ളതിന് കൃത്യമായ ഒരു മുന്നറിയിപ്പാണ്. അതിന് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമ്മൾ നിൽക്കണം. PIB നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഈ ഒരു യുദ്ധത്തെ, ഈ വ്യാജ പ്രചാരണങ്ങളുടെ ഒരു യുദ്ധത്തെ സജീവമായി പൊളിച്ചെഴുതുന്നുണ്ട്. വസ്തുതാ പരിശോധനാ യൂണിറ്റ് രേഖകൾ പരിശോധിക്കുകയും തെറ്റായ വാർത്തകൾ, തെറ്റായ വിവരങ്ങൾ, വ്യക്തമായ നുണകൾ അവ കാണിച്ചു തരികയാണ് നമുക്ക്. അപ്പൊ ആ രീതിയിൽ ഒരു മിസ് ഇൻഫർമേഷന്റെ വലിയൊരു ഒഴുക്കുണ്ടാകുന്നുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന്. അതിനെ കൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ പൊളിച്ചടുക്കുകയാണ്. പാകിസ്ഥാന്റെ ഇത്തരം കള്ളപ്രചരണങ്ങളിൽ വീണു പോകരുത് എന്നുള്ള ഒരു കർശന നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടതാണ് പാകിസ്ഥാന്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലും നൽകാൻ കഴിയാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടുത്തെ ജനപ്രതിനിധികളുടെ മറുപടിയൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നുക, ഇങ്ങനെയാണോ ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഷഹബാസ് ഷെരീഫിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇതിനെല്ലാം പറയുന്നത് കള്ളവാദങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ ഈ ഒരു ആക്രമണത്തെ പറ്റി പോലും പറയുന്നത്. കാരണം ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ആക്രമിച്ചു, ഇന്ത്യൻ എയർബേസ് ആക്രമിച്ചു എന്ന തരത്തിലുള്ള കപട വാർത്തകൾ പോലും പറഞ്ഞിട്ട് അതിന്റെ സ്ഥിരീകരണം ചോദിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, അതും ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ എന്ന ഉളുപ്പില്ലാതെ പറയാൻ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഇങ്ങനെ നടത്തുമ്പോഴും അതിൽ ഒരു സ്ഥിരീകരണം, എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ.